പാറു, നമ്മളിപ്പോൾ ഈ റിയാലിറ്റി, ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മളൊരു റിയാലിറ്റി ഷോയിലിരുന്ന് അവരൊക്കെ പാടി നമ്മൾ കണ്ട അവരൊക്കെ ഒരു ലെവലിൽ രക്ഷപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സന്തോഷം. നമ്മുടെ നിങ്ങളുടെ ഗ്യാങ്ങിലല്ല നമ്മുടെ നജീം അർഷാദ്, നജീം, ഹിഷാം, അരുൺ ഗോപൻ, റോഷൻ, ദുർഗ, അമൃത. ഞാൻ കണ്ടു ഹിഷാം വന്ന എപ്പിസോഡ് ഞാൻ കണ്ടു. ഞാൻ കാണാറുണ്ട് സൂപ്പർ സ്റ്റാർ. ഈ പറഞ്ഞ പോലെ ജോബ്, സംഗീത് സമയം, അത് ആ സമയം സൂപ്പർ സ്റ്റാർ കണ്ടിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് വെരി നെക്സ്റ്റ് ഇയർ ആയിരുന്നു സാർ പറഞ്ഞ നമ്മുടെ ആ ബിഗ് റിയാലിറ്റി ഷോ. അപ്പോൾ അതിൻ്റെ റീസൺ അമൃത സൂപ്പർ സ്റ്റാർ ആയിരുന്നു. എല്ലാത്തിനും മലയാളത്തിൽ തുടക്കം കുറിച്ച ഒരു റിയാലിറ്റി ഷോ, സിംഗിങ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ജോബിന് എത്ര വോട്ടായി, സംഗീതത്തിന് എത്ര വോട്ടായി. എനിക്ക് ജോബ് ജയിക്കണമെന്നായിരുന്നു. പക്ഷെ ജോബിന് അന്ന് റണ്ണറപ്പ് ആവാൻ പറ്റിയ സംഗീതമാണ്. സംഗീതം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അന്ന് ഞാൻ ജോബിന്റെ ഭയങ്കര ഫാനായിരുന്നു. ഖുദാസയൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ജോബ്. പനിവിഴും വളർവനും സംഗീത് പാടിയത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സാറുള്ള ഷോയിൽ ഞാൻ അന്ന് കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ ആദ്യം പാടുന്നത് പനിവിഴുമായിരുന്നു. അതിന്റെ കാരണം സംഗീത് സൂപ്പർ സ്റ്റാറിൽ അത് പാടുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് എനിക്ക് അമൃത സൂപ്പർ സ്റ്റാർ എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ട്.